ചങ്ങായിമാരെ, നിങ്ങൾ ചിരിച്ച് പണ്ടാറടങ്ങാൻ റെഡിയാണെങ്കിലും മാത്രമേ ഈ വീഡിയോ കാണുക കേട്ടാ. വേറൊരു കാര്യങ്ങളുണ്ട്, ചിരിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ഞാൻ ആയിരിക്കുകയില്ല. ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു ജ്യോതിഷനെയാണ്, ഒരു സംഘി ജ്യോതിഷനെ. വേദവ്യാസം എന്നാണ് ചങ്ങായിന്റെ പേര് കേട്ടാ. പേരൊക്കെ നമ്മളെ പുരാണങ്ങളിലെ പേരൊക്കെ തന്നെയാണ്. പക്ഷെ എന്താ പറയാ, വിവരം ലവലേശം പോലും വിവരം മൂപ്പർക്കില്ല. മൂപ്പറുണ്ടല്ല ഒരു യൂട്യൂബ് ചാനലിൽ പോയിട്ട് പ്രവചിച്ച പ്രവചനം കിട്ടുന്നുണ്ടല്ല, ഞാനാകെ അന്തം വിട്ടുപോയി. മൂപ്പർ എന്താ പറയുന്നറിയാ, കേരളത്തിലെ 140 സീറ്റില് 120 സീറ്റിലും BJP വിജയിച്ചിട്ട് BJP അധികാരത്തിൽ വരുന്നതാണ് മൂപ്പർ തട്ടി വിടുന്നത്. അതുമാത്രമല്ല, ബാക്കി വരുന്ന 20 സീറ്റില്ലേ, ആ 20 സീറ്റിലും BJP മിക്കവാറും 2ാം സ്ഥാനത്തായിരിക്കും. ചിലപ്പോ അതിലും വിജയിക്കാൻ സാധ്യതയുണ്ട് പോലും. അതായത് നമ്മളെ സംഘി ജ്യോതിഷം പറഞ്ഞു വരുന്നത് BJP 120 സീറ്റിന് മുകളിൽ നേടിയിട്ട് കേരളം ഭരിക്കുന്നതാണ്. എന്തായാലും നമുക്ക് ആദ്യം തന്നെയുണ്ടല്ല മൂപ്പരുടെ ആദ്യത്തെ പ്രവചനം കേൾക്കാം. ആദ്യത്തെ പ്രവചനം ഏതാ അറിയാം? ഗുരുവായൂർ നമ്മൾ ഒട്ടം ഗോപാലൻ എതിരാളികളില്ലാതെ വിജയിക്കുന്നതാണ് മൂപ്പരുടെ ആദ്യത്തെ പ്രവചനം. നമുക്ക് മൂപ്പരുടെ പ്രവചനം കേട്ട് ചിരിച്ച് പണ്ടടങ്ങിയാലോ. ഗുരുവായൂർ LDF-ന്റെ NK അക്ബർ, UDF-ന്റെ CH റഷീദ്, NDA-യുടെ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ വാർത്തകൾ ഇടം പിടിച്ചിരിക്കുന്ന ആളാണ്. എന്തായിരുന്നാലും അവിടെ സാധ്യതകൾ വളരെയേറെയാണ്. ഗോപാലകൃഷ്ണൻ അവിടെ LDF UDF തമ്മിലുള്ള രഹസ്യ അജണ്ട ഉണ്ടായില്ലെങ്കിൽ ഗോപാലകൃഷ്ണന് സാധ്യത വളരെ ഏറെയാണ്. അവിടെ ഹിന്ദു ഏകീകരണം നടക്കും, ഹിന്ദു ഏകീകരണം ഉണ്ടാവും. കാലങ്ങളായി അവിടെ LDF-ലുള്ള ഹിന്ദുക്കളും UDF-ലുള്ള ഹിന്ദുക്കളും ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതോ ഇന്നോ ഇന്നലെ ഉണ്ടായ ചിന്തയല്ല, മറിച്ച് ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു കണ്ടേറ്റ് അത്രയും പരസ്യമായി ഒരു തെരഞ്ഞെടുപ്പിൽ നിന്നുകൊണ്ട് അത്രയ്ക്ക് പരസ്യമായി പറയണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഹിന്ദുക്കളുടെ മനസ്സ് വായിച്ചിട്ടായിരിക്കണമല്ലോ അങ്ങനെ പറയുകയുണ്ടായത് അല്ലേ. അപ്പോൾ ഈ LDF UDF തമ്മിലുള്ള ഒരു സംവിധാനം അവിടെ ഒരു തിരിഞ്ഞില്ലെങ്കിൽ ഗോപാലകൃഷ്ണൻ വിജയിക്കാൻ സാധ്യത വളരെ ഏറെയാണ്. കേട്ടല്ലോ നമ്മളെ സംഘി ജ്യോതിഷം പറഞ്ഞത്. ഗോപാലകൃഷ്ണൻ അല്ലാതെ, അതായത് ഒട്ടകം ഗോപാലൻ അല്ലാതെ വേറൊരാള് ഗുരുവായൂർ ജയിക്കില്ല പോലും. ഇനി അഥവാ ഒട്ടകം ഗോപാലൻ തോക്കണമെങ്കിൽ അവിടെയുണ്ടല്ല കോൺഗ്രസ് CPM തമ്മിൽ ധാരണയാകണം. അങ്ങനെ ധാരണയായാലുണ്ടല്ല ഗോപാലകൃഷ്ണൻ മൂന്നാം സ്ഥാനത്താണ് എത്തുകട്ടാ. അപ്പൊ നിങ്ങൾ വിചാരിക്കും 2 പാർട്ടികൾ ധാരണയായാൽ വോട്ട് കിട്ടിയ പാർട്ടി 1ാം സ്ഥാനത്തും വോട്ട് വിറ്റ പാർട്ടി 3ാം സ്ഥാനത്തും BJP 2ാം സ്ഥാനത്തല്ലേ ആകുവാന്ന്. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും അവിടെയുണ്ടല്ലോ BJP, അതായത് നമ്മൾ ഒട്ടകം ഗോപാലൻ 3ാം സ്ഥാനത്തായിരിക്കും. അതെങ്ങനെയാണെന്ന് നമ്മൾ ഈ ജ്യോതിഷനോട് ഒരിക്കലും ചോദിക്കാൻ പാടില്ലട്ടാ. എന്റെ ബുദ്ധിയും വിവരവും ബോധമില്ലാത്ത സംഘി ജ്യോതിഷ അവിടെയുണ്ടല്ല ഗുരുവായൂർ BJP-ക്കാരല്ലേ, അവര് പോലും ഒട്ടകം ഗോപാലിന് വോട്ട് ചെയ്യില്ലെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതായത് കെട്ടിവെച്ച കാശ് പോലും ഒട്ടകം ഗോപാലിന് ഗുരുവായൂർ കിട്ടുന്നില്ല എന്നാണ് മൊത്തത്തിൽ പാടുന്നത്. അപ്പോഴാണ് നിങ്ങൾ ഇമാതിരി തള്ളുകളുന്നത്. ഇനി നമുക്ക് ഈ ജ്യോതിഷന്റെ അടുത്ത മനോഹരമായ പ്രവചനം കൂടി കേൾക്കാം. ചിരിച്ച് പണ്ടരടങ്ങാൻ റെഡിയായിക്കോളി. തൃശ്ശൂർ ജില്ലയിലാണ്. LDF-ന്റെ C രവീന്ദ്രനാഥ്, UDF-ന്റെ TN പ്രതാപൻ, NDA-യുടെ KK അനീഷ് കുമാർ. അവിടെ TN പ്രതാപൻ 3ാം സ്ഥാനത്തേക്ക് പോകും. NDA സ്ഥാനത്ത് ജയിക്കും. KK അനീഷ് കുമാർ BJP. C രവീന്ദ്രനാഥ് 2ാം സ്ഥാനത്ത് വരും. LDF-ന്റെ വരില്ല. അവിടെയും NDA-ക്കാണ് സാധ്യത അല്ലേ. വടക്കാഞ്ചേരി LDF-ന്റെ സേവർ ചിറ്റിലപ്പള്ളി, UDF-ന്റെ PN വൈശാഖ്, NDA-യുടെ അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു അജിക്കും. അവിടെ പിന്നെ ചിറ്റിലപ്പള്ളിയും ഉല്ലാസ് ബാബുവും തമ്മിലാണ് മത്സരം. LDF-ഉം NDA-യും തമ്മിലാണ് മത്സരം. ഉല്ലാസ് ബാബു നന്നായി സംസാരിക്കുന്ന ഒരാളാണ്. ചാനൽ ചർച്ചയിലൊക്കെ ഘോര സംസാരമൊക്കെ ഇതിൽ വിജയിക്കാൻ സാധ്യതയുണ്ടോ? അവിടെ വളരെ സാധ്യതയുള്ള ഒരാളാണ് ഉല്ലാസ് ബാബു. അത് ഞാൻ പറഞ്ഞത്, ഈ രാത്രി ചന്ദ്രനും സൂര്യനും ഉദിച്ചില്ലെങ്കിൽ, വേറെ വല്ല ഒഴുക്കുകളും സംഭവിച്ചില്ലെങ്കിൽ ഉല്ലാസ് ബാബുവിന് സാധ്യത വളരെ ഏറെയാണ്. എന്റെ പൊന്ന് ജ്യോതിഷ, നിങ്ങൾ ഇമാതിരി പ്രവചനം പ്രവചിച്ചാണ്ടല്ല ഇനി സൂര്യനും ചന്ദ്രനും ഉണ്ടല്ല കാലകാലത്തേക്ക് ഉദിക്കൂല. സൂര്യനും ചന്ദ്രനും എന്താ വിചാരിക്കുന്നറിയാം, ഇമാതിരി മണ്ടത്തരം കേൾക്കാൻ വേണ്ടി ഉദിച്ചിട്ട് എന്തിനാണെന്നാണ് ഇനി അവര് വിചാരിക്കുക. ഈ ചങ്ങായി വടക്കാഞ്ചേരിയിൽ നിന്ന് വിജയിക്കുന്നു പറഞ്ഞ ഉല്ലാസ് ബാബുന നിങ്ങൾക്കൊക്കെ മനസ്സിലായ? ചാനച്ചർച്ചയിൽ വന്നിട്ട് പൂരത്തെറി വിളിക്കുന്ന ഒരു ചങ്ങായില്ലേ, ഒരു ചാണക സംഖ്യ, മൂപ്പറെ കുറിച്ചാണ് വിജയിക്കുന്ന ഈ ചങ്ങായി തള്ളി വിടുന്നത്. ആ ചാണക സംഖ്യയില്ലേ ലെവന്റെ വീട്ടുകാർ തന്നെ പറഞ്ഞത് അവനുണ്ടല്ല 8 നിലയെ പൊട്ടുന്നത്. അപ്പോഴാണ് നമ്മൾ ജ്യോതിഷൻ അവൻ വിജയിക്കുന്നു പറയുന്നത്. പിന്നെ ആദ്യത്തെ ആര് വിജയിക്കുന്ന പറഞ്ഞത്? അനീഷ് കുമാറാ, BJP-ന്റെ അനീഷ് കുമാർ കേൾക്കണ്ട. ഇത് അവൻ തന്നെ ജ്യോതിഷ നിങ്ങളെ ഒന്ന് തെറി വിളിക്കും. കാരണം മേലിൽ ഇമാതിരി പൊട്ടത്തരം പറഞ്ഞിട്ട് ആൾക്കാർക്ക് ആശ തരാൻ പാടില്ലെന്ന് അനീഷ് കുമാർ പറയൂ. ഇനിയുണ്ടല്ലോ അടുത്ത പ്രവചനം, അത് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല. അത് ആരെക്കുറിച്ചാണെന്നറിയാം? 2020-ന്റെ അഞ്ജലി നായരല്ലേ, ഓരെക്കുറിച്ച്. ഈ പ്രവചനം ഉണ്ടല്ല ഒരിക്കലും നിങ്ങൾ മിസ്സാക്കാൻ പാടില്ല. എറണാകുളത്തിന്റെ തൃപ്പൂണിത്തറ LDF-ന്റെ KN ഉണ്ണികൃഷ്ണൻ, UDF-ന്റെ ദീപക് ജോയ്, NDA-യുടെ അഞ്ജലി നായർക്ക് സാധ്യത വളരെ 2020 ആണ്. NDA-യുടെ ജനങ്ങൾക്കൊരു പ്രതീക്ഷ അഞ്ജലി നായർ എടുത്തുണ്ട്. നാട്ടുകാരിയാണ്, അതിന്റെ ഒരു വികാരമുണ്ട്. പിന്നെ സെലിബ്രിറ്റിയും കൂടിയാണ്. അപ്പോൾ അത് മാത്രമൊന്നുമല്ല, ഒരു NDA സംവിധാനം അവിടെ വളർന്ന് പന്തലിച്ചിട്ടുണ്ട്. BJP എന്ന് പറഞ്ഞ പാർട്ടി വളരെ
ആർജിച്ച പാർട്ടിയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ ആ മണ്ഡലത്തിൽ BJP വളർന്നിട്ടുണ്ട്. നമ്മളെ ചക്കിയും കൊണ്ട് കിടക്കുന്ന അഞ്ജലി നായരല്ലേ, അവരെങ്ങാനും വിവരം അറിഞ്ഞിട്ടില്ല, IC-യിലായി പോവും, ഞെട്ടിയിട്ട് IC-യിലായി പോവും. അവരെ ആൾക്കാർ കളിയാക്കിക്കൊണ്ട് MLA അഞ്ജലി നായർ എന്ന് വിളിക്കുന്നുണ്ട്. അതൊക്കെ അവർ വിജയിക്കുന്നത് വെച്ചിട്ട് അവിടുത്തെ നാട്ടുകാർ വിളിക്കുന്നതാണ് അവര് പറയുന്നത്. അത്രയും ബോധമൊന്നും ഇല്ലാത്തൊരു സ്ത്രീയാണ് അഞ്ജലി നായർ. അവരെങ്ങാനും ഇത് കേട്ടില്ല. അവിടെ ഉണ്ടല്ല MLA ഓഫീസ്, ഇന്ന് തന്നെ MLA ഓഫീസ് തുറക്കൂ. എന്റെ ജ്യോതിഷ, നിങ്ങളെ കൊണ്ട് എങ്ങനെ പറ്റുന്നു ഇതുപോലുള്ള പ്രവചനങ്ങൾ പ്രവചിക്കാൻ വേണ്ടിട്ട്? കഴിഞ്ഞിട്ടില്ല, അടുത്തുള്ള പ്രവചനമല്ലേ, അതിട്ടില്ല. നിങ്ങൾ ഞെട്ടിക്കുന്ന പ്രവചനമാണ്, നിങ്ങൾ ഞെട്ടി തരിച്ചു പോകും. അടുത്ത പ്രവചനവും 2020 ആതിര നായരെ കുറിച്ചാണ്. ആ പ്രവചനം കൂടി കേട്ടിട്ട് നിങ്ങൾ ആകെ അന്തം വിട്ടോ. പിന്നെ അടുത്ത ഏറ്റുമാനൂർ LDF VN വാസവൻ, UDF നാട്ടകം സുരേഷ്, NDA ആതിര D നായർ. സാധ്യത അറിയാം. അവിടെ 2 മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്കും ഏതൊക്കെ മുന്നണി? 2 മുന്നണികളുടെ സ്ഥാനാർത്ഥി LDF UDF സ്ഥാനാർത്ഥികൾക്ക് പ്രതീക്ഷയില്ല. ഏറ്റുമാനൂര് NDAക്കാണോ പ്രതീക്ഷ? NDAക്കാണ് സാധ്യത. തീർച്ചയായിട്ടും ആതിര D നായർ. അവിടെ യുവതിയുവാക്കന്മാരുടെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യുവജനങ്ങളുടെ മനസ്സാണ് ഞാൻ പറഞ്ഞത്. ആതിര നായർ വിജയിക്കുന്ന ജ്യോതിഷം പറയുമ്പം അവതാരകന്റെ മനസ്സിലെന്നറിയാം, ലെവൻ എന്തെല്ലാം പൊട്ടത്തരാന്ന് പറയുന്നതെന്ന് അവതാരകന്റെ മനസ്സിലുള്ളത്. ഇലക്ഷൻ കഴിയുമ്പം ആതിര നായരെല്ലാം 8 നിലയെ പൊട്ടുമ്പം ആൾക്കാർ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇവനെ അടക്കം അവതാരകനെ അടക്കം മേലെ കൊണ്ടുപോകില്ലാന്ന് അവതാരകൻ ചിന്തിക്കുന്നത്. ഞാനൊരു കാര്യം പറട്ടെ, ഈ സംഘി ജ്യോതിഷന്റെ ഇമാതിരി പ്രവചനം കിട്ടിയെങ്കിൽ കേരളത്തിലുള്ള 140 BJP സ്ഥാനാർത്ഥികളില്ലേ, അവരെല്ലാം പോയിട്ടുണ്ടല്ല, എല്ലാ സ്ഥലത്തും പോയിട്ട് MLA ഓഫീസ് തുറക്കും, ഉറപ്പാണ്. ഇനിയുണ്ടല്ല, ഞാൻ ഒരു പ്രവചനം കൂടി വെക്കാം, അതും കൂടി വെക്കാനേ എന്നെ കൊണ്ട് പറ്റൂ. കാരണം ഞാൻ ചിരിച്ച് പണ്ടടങ്ങി. ആ പ്രവചനം കിട്ടാൻ നിങ്ങൾക്ക് സമാധാനാവും, എനിക്ക് സമാധാനാവും. ആ പ്രവചനം വേറെ ആരെ കുറിച്ചല്ല, നമ്മളെ പൂഞ്ഞാലിലെ 2 കക്കൂസുകളെ കുറിച്ചുള്ള പ്രവചനമാണ്. ആ പ്രവചനം കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം. കോട്ടയം പാല LDF ജോസ് കെ മാണി, UDF മാണി സി കാപ്പൻ, NDA ഷോൺ ജോർജ്. ആർക്കാ സാധ്യത? ഇതെല്ലാം കിടിലങ്ങളാണ്. ഷോൺ ജോർജിന് സാധ്യത വളരെയേറെയാണ്. പാലയിലെ ഷോൺ ജോർജ് ഉറപ്പായിട്ട് കയറും. ജോസ് കെ മാണി ഔട്ടാവും. മാണി സി കാപ്പൻ മണിസിക്കാപ്പൻ 2ാം സ്ഥാനത്ത് വരും. അവർ ഈ 3 പേരെയും കുറിച്ച് വളരെ വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ യുവജനങ്ങളുടെയും യുവതികളുടെയും വോട്ടുകളാണ് ഷോൺ ജോർജിനെ. അടുത്തത് കോട്ടയം ജില്ലയിൽ പൂഞ്ഞാർ LDF സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, UDF സെബാസ്റ്റ്യൻ MJ, NDA PC ജോർജ്. അവിടെ PC ജോർജിനാണ് സാധ്യത വളരെയേറെ. പൂഞ്ഞാർ ജയിക്കും, ഉറപ്പാണ്. എന്റെ ജ്യോതിഷ, ഈ ഇലക്ഷൻ കഴിയുമ്പോണ്ടല്ല നിങ്ങൾ ജീവനോടെ ഇരിക്കേണ്ടത് നമ്മളെ കേരളത്തിന്റെ ആവശ്യകതയാട്ടാ. നമ്മളെ പൂഞ്ഞാലെ 2 കക്കൂസ് ഉണ്ടല്ല, ഇന്നലെ തൊട്ട് ക്രിസ്ത്യാനികൾ നിന്നും തെറി വിളിക്കുന്നത്. അതെന്താണെന്നറിയാ, അവർ രണ്ടാളും തോക്കുന്നത് അവർക്ക് തന്നെ മനസ്സിലായി. ക്രിസ്ത്യാനികൾ ഒന്നുമില്ല ഈ 2 കക്കൂസിനും വോട്ട് ചെയ്തില്ല. അതിന്റെ ചൊരിക്ക് 2 ദിവസമായിട്ട് അവന്മാർ തീർക്കുന്നത്. അവന്മാർ ഉള്ള പുരോഹിതന്മാരെയും ക്രൈസ്തവരെയൊക്കെ തെറി വിളിക്കുന്നത്. അപ്പോഴാണ് ഈ ജ്യോതിഷനുണ്ടല്ല അവര് വിജയിക്കുന്നു പറഞ്ഞത്. അവരെങ്ങാനും കിട്ടണമെങ്കിൽ, പ്രത്യേകിച്ച് പൂഞ്ഞാലെ ഫസ്റ്റത്തെ കക്കൂസില്ലേ PC എങ്ങാനും ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ ജ്യോതിഷ നിന്നും നിങ്ങളെ തെറി വിളിക്കും കേട്ടാ. അപ്പനും മോനും ഒരുമിച്ച് നിയമസഭയിൽ എത്തുന്നതാണ് ഈ ചങ്ങായി പറയുന്നത്. അപ്പനും മോനും ഒരുമിച്ച് നിയമസഭയിലെത്താം. അതെങ്ങനെ അറിയാം? അതിഥികൾ ഇരിക്കുന്നില്ലേ, അവിടെ പോയിരിക്കാൻ ഉണ്ടാക്കും. അവിടെ ഇരുന്ന് ആശ തീർക്കാം. ഈ 2 വർഗീയവാദികൾക്കും ആശ തീർക്കാം. ഈ ചങ്ങായിന്റെ പ്രവചനം ഇതൊന്നല്ലട്ടാ. BJP-കാരല്ലേ, അവർക്ക് പോലും അറിയാം സ്ഥാനാർത്ഥി പോലും വിചാരിക്കുന്ന സ്ഥലങ്ങളെല്ലാം അവർ വിജയിക്കുന്നത് ഈ ചങ്ങായി തട്ടി വിടുന്നുണ്ട്. ആ പ്രവചനം മൊത്തം ഞാനിവിടെ വെച്ചാണ്ടില്ല, നിങ്ങളുണ്ടല്ല ചിരിച്ചിട്ടില്ല, നിങ്ങളൊക്കെ IC-യിലായി പോകും. അങ്ങനെ നിങ്ങൾ ഒരിക്കലും IC പോകണ്ടെന്ന് വെച്ചിട്ടാണ് ബാക്കിയുള്ള പ്രവചനമൊന്നും ഇതിലും വലിയ പ്രവചനമൊന്നും ഞാനിവിടെ വെക്കാത്തത്. അതുകൊണ്ട് നമ്മളെയൊക്കെ കുടുകുടാ ചിരിപ്പിച്ച ഈ സംഘി ജ്യോതിഷന്റെ വേദവ്യാസന്റെ പ്രവചനമില്ല, തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുന്നു. അപ്പൊ എല്ലാരും ഈ പ്രവചനം കേട്ട് ചിരിച്ച് പണ്ടാടിക്കുന്ന വിശ്വാസത്തോടെ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.